എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഫ്രാങ്കിയും ആ ചുന്ദരി പെണ്ണും അവരാണെങ്കിൽ നിർത്താതെ ഫൈറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവളാണെങ്കിൽ വെടിപൊട്ടിക്കും. നമ്മുടെ ചക്കം ഫ്രാങ്കി ആണെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പുതുപുത്തനായിട്ട് അവളുടെ അടുത്തേക്ക് വരും. ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സ് ഒരുപാട് നേരമായിട്ട് നടക്കുകയാണ്. പക്ഷെ ആക്ച്വലി ഈ രണ്ടു പേർക്കും അറിയില്ല അവരെന്തിനാണ് ഇപ്പൊ പരസ്പരം ഫൈറ്റ് ചെയ്യണേന്ന്. ആ ചുന്ദരി പെണ്ണ് ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്തിനാ ഒരാവശ്യമില്ലാതെ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യണേ? അതിന് നമ്മുടെ ഫ്രാങ്കി, നിങ്ങൾക്ക് ആവശ്യം എന്റെ കോളയല്ലേ, ഒരു കാരണവശാലും എന്റെ കോളയും ഞങ്ങളുടെ 1000 സണ്ണി കപ്പലും നിങ്ങൾക്ക് വിട്ടു തരില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാണ്. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇവൻ ഏതോ ഒരു കിറുക്കനാണെന്ന് പറഞ്ഞ് അവളിപ്പോ നിർത്താതെ അവനുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അവളാണെങ്കിൽ ഞൊടിയടയില് ഇപ്പൊ ഒരു ബ്ലേഡായിട്ട് മാറും. ആ വില്ലനാണെങ്കിൽ അവളെ കറക്കി ഫ്രാങ്കിക്ക് നേരെ എറിയും. ഫ്രാങ്ക് നൈസായിട്ട് ആ ബ്ലേഡിനെ അങ്ങനെ ചവിട്ടി താഴെയിടും. ഞൊടിയടയില് അവളിപ്പോ മറ്റൊരു വെപ്പനായിട്ട് അവൻ അറ്റാക്ക് ചെയ്യാണ്. ആ വില്ലനും വിട്ടുകൊടുക്കില്ല. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. അവര് ഫയറൊക്കെ വെച്ച് ഇപ്പൊ ഫ്രാങ്കി അറ്റാക്ക് ചെയ്യാണ്. ഫയറിൽ പെട്ടുപോയ ഫ്രാങ്കി അവൻ ഉച്ചത്തില് ഇപ്പൊ ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് നിലവിളിക്കും. വില്ലനാണെങ്കിൽ ഭയങ്കര സന്തോഷം. തീർത്തവര് നമ്മൾ അവനെ തീർത്തു എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ തുള്ളിച്ചാടുകയാണ്. അപ്പോഴായിരിക്കും രണ്ട് വില്ലന്മാരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ ഫ്രാങ്കി അവൻ പുതുപുത്തനായിട്ട് വന്ന് നിൽക്കുക. ഫ്രാങ്കി അവരെ പറ്റിച്ചതാണ്. ഫ്രാങ്കി അവരെ നോക്കി സ്റ്റൈലായിട്ട് ചിരിച്ച് ഇപ്പൊ അവന്റെ അടുത്ത പവറൊക്കെ ഉപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ദിവസങ്ങളായിട്ട് ആ ട്രോളിയിലൂടെ ഉരുണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ ആ പോയിസൺ ഗ്യാസ് ചീറി പാഞ്ഞു വരും. അവർ പോകുന്ന വഴിയിലാണെങ്കിൽ ഓരോരോ ബിൽഡിങ്ങിന്റെ പീസുകളൊക്കെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ വണ്ടിക്കകത്തുള്ളവർക്ക് ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷനാണ്. നമുക്കെങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റും? പുറത്താ പോയിസൺ ഗ്യാസ് അല്ലേ. ഈ പെണ്ണ് അവള് വിൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു, പക്ഷെ അവളെ കൊണ്ട് അതിന് കഴിയോ? സാഞ്ചിക്ക് അത് കേട്ട് കലിയളകും. നിർത്തണ നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നാമിയെ സംശയിച്ച് സംസാരിക്കും. അവൾ ഭയങ്കര പവർഫുൾ ആയ ലേഡിയാണ്. നാമിയെ വിശ്വാസം ഇല്ലാത്തവർക്ക് ഇപ്പൊ തന്നെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാമെന്ന് സാഞ്ചി അവൻ തീർത്തു പറയും. അവർക്കാണെങ്കിൽ സാഞ്ചിയുടെ എക്സ്പ്രഷനും അവന്റെ ദേഷ്യമൊക്കെ കണ്ട് പേടിയാവും. നാമി അവരെ ആശ്വസിപ്പിക്കും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇൻഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ സേഫ് ആയിട്ട് കപ്പലിൽ എത്തിക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റുവെന്ന് അവർക്ക് വാക്കു കൊടുക്കും. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ ചുന്ദരി വില്ലത്തിയോടും വില്ലനോടും തീർത്തു പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്റെ കോളയും 1000 സണ്ണിയും രണ്ടും ഞാൻ നിങ്ങൾക്ക് വിട്ടു തരില്ല. ആണെങ്കിൽ ഫ്രാങ്കി എന്താ പറയണെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ പ്രാന്തനെ കൊന്നാൽ മാത്രമേ നമുക്ക് സീസറുമായിട്ട് രക്ഷപ്പെടാൻ പറ്റൂ. സോ നമ്മുടെ പവർ അത് ഏറ്റവും പീക്ക് ലെവലിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വില്ലനാണെങ്കിൽ ആ വില്ലത്തിയെ ഒരു ചെയിൻ ഉപയോഗിച്ച് അവന്റെ സ്പീഡിൽ കറങ്ങുന്ന ആ ചിറകുകളുടെ അടുത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവളെയും നല്ല സ്പീഡിൽ കറക്കി ഫ്രാങ്കിയെ തകർത്ത് താഴെയിടാനായിട്ട് അവന്റെ അടുത്തേക്ക് അടുക്കുകയാണ്. അവരുടെ അറ്റാക്കില് ഇപ്പൊ ഫ്രാങ്കിയുടെ ബോഡിയിൽ ചെറിയൊരു തകർച്ച സംഭവിക്കും. ഫ്രാങ്കി ആണെങ്കിൽ അവളെ പിടിച്ചു വലിച്ച് എന്റെ അൾട്ടിമേറ്റ് പവർ അതെന്താണെന്ന് കാണിച്ചു തരാൻ സമയമായി. ആക്ച്വലി നിങ്ങളിത് കാണാൻ യോഗ്യരൊന്നും അല്ല, പക്ഷെ ഇത്രയും നേരം ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്തില്ലേ, സോ നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി. ഫ്രാങ്കി അവന്റെ രണ്ട് കൈയും കൂട്ടി യോജിപ്പിച്ച് ഒരു അൾട്ടിമേറ്റ് വെപ്പൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അത് വെച്ച് അറ്റാക്ക് ചെയ്ത് വില്ലന്മാരെ അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. ഫ്രാങ്കിയുടെ ആ ഒരു അറ്റാക്കിന്റെ ഇമ്പാക്ട് അതിവിടെ നമ്മുടെ ആൾക്കാരുടെ വണ്ടിയിൽ ഏൽക്കും. ആ ഇമ്പാക്റ്റില് 4 പേര് തെറിച്ച് താഴെ വീഴും. ഫ്രാങ്കി ആണെങ്കിൽ ഇവിടെ ചുറ്റും നോക്കും. വില്ലനെയും വില്ലത്തെയും കാണാനില്ല. പക്ഷെ വേറൊരാള് അവിടെ കിടക്കുകയാണ്. നീയാണോ? ആ പ്രാന്തം പെണ്ണും അവളുടെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും അന്വേഷിക്കുന്ന അവരുടെ ഫ്രണ്ട്. അതിന് സീസർ ആണെങ്കിൽ അതേന്ന് പറയും. അല്പസമയം കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് ആ വില്ലനും വില്ലത്തെയും വീണ്ടും ഫ്രാങ്കിയുടെ അടുത്തേക്ക് വരും. ഇവിടെയാണെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ഭീതിയാണ്. നാമിക്കാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവളിപ്പോ അവളുടെ വെപ്പനൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കും. അടുത്ത നിമിഷം വമ്പം ഫോഴ്സിൽ എയർ പുറത്തേക്ക് ആ വെപ്പനിൽ നിന്ന് വരും. ആ എയറിന്റെ ഫോഴ്സിൽ പോയിസൺ ഗ്യാസ് അത് പുറത്തേക്ക് പോകും. നമ്മുടെ ആൾക്കാർ ആ എക്സിറ്റ് വഴി അങ്ങനെ കൊതിച്ച് പുറത്തേക്ക് വരികയാണ്. ലൂഫി ആണെങ്കിൽ സന്തോഷത്തിൽ നിലവിളിക്കും. ആ നിലവിളി ശബ്ദം കേട്ട് ഫ്രാങ്കി അവൻ തിരിഞ്ഞു നോക്കും. നമ്മുടെ ആൾക്കാർ എല്ലാവരെയും രക്ഷിച്ച് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. വാവ്, അങ്ങനെ ഒരു വിധത്തില് നമ്മൾ പുറത്തെത്തി എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ലൂഫി മാത്രമല്ല, ആ ഒരു കണ്ടെയ്നറിലുള്ള എല്ലാവരും സന്തോഷിച്ച് അങ്ങനെ പരസ്പരം നോക്കുകയാണ്. ആമിയുടെ പവർ അത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ടായി. ആ പോയിസൺ ഗ്യാസ് എല്ലാം തന്നെ ഇപ്പോ അവിടുന്ന് നീങ്ങി പോയിരിക്കുകയാണ്. ദൂരെ നിൽക്കുന്ന ഫ്രാങ്കി ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കണ്ട് കൈയൊക്കെ വീശി കാണിച്ചു കൊടുക്കും. അത് കണ്ട് നമ്മുടെ ആൾക്കാര്, ഫ്രാങ്കി നിന്നെ കാണാൻ സാധിച്ചല്ലോ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവരിപ്പോ ഫ്രാങ്കിയോട് സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ ചുന്ദരി വില്ലത്തിയാണെങ്കിൽ ഇപ്പൊ ട്രഫാൽഗർ ലോയെ കാണും. നീ ഇപ്പോ
ഇവരുടെ ടീമായല്ലേ. നിനക്കറിയോ, ജോക്കർ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ആ ഒരു സീറ്റ് അത് അദ്ദേഹം കരുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള നീ ഞങ്ങളെ ചതിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ലൂഫി ചോദിക്കും, ഇവരാരാണ്? ഇവരെ നിനക്കറിയോ? ഇവര് നിന്റെ ഫ്രണ്ട്സ് ആണോ? അതിന് ട്രഫാൽഗർ ലോ പറയും, അല്ല, ഇവരെന്റെ ശത്രുക്കളാണ്. സുന്ദരിവില്ലത്തിക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് പേടിയാവും. മാത്രമല്ല അവരെല്ലാവരും ഇപ്പോ അവരെ 3 പേരെയാണ് നോക്കുന്നത്. നമുക്ക് പിടികിട്ടും ഇത്രയും പേരെ തോൽപ്പിച്ച് ഒരിക്കലും സീസറിന് അവിടെ നിന്ന് കൊണ്ടുപോകാൻ കൊണ്ട് കഴിയില്ല. സോ എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. ഇവളാണെങ്കിൽ ഞൊട്ടി കടയിൽ ഇപ്പൊ സീസറിനെ തൂക്കിയെടുത്ത് ആ വില്ലന്റെ പുറത്ത് കയറി പറന്നു പോവാണ്. ഉസോപ്പിനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ചിരി വരും. യെസ്, ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നെന്ന് പറഞ്ഞ് ഒരു സീഡ് കയ്യിലെടുത്ത് അവരെ ഉന്നം വെക്കുകയാണ്. ട്രഫാൽഗറിലോ ഉടനെ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് അവരെ പിടിക്കാനായിട്ട് നോക്കും. ഉസോപ്പ് പറയും, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളുടെ കൂടെ നല്ല ബെസ്റ്റ് ഒരു സ്നൈപ്പർ ഉണ്ട്, തീർച്ചയായിട്ടും അവരുടെ കാര്യം അത് അവൻ നോക്കിക്കോളെന്ന് പറയും. ഉസോപ്പാണെങ്കിൽ ഉന്നം പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ട്രഫാൽഗറിലോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും. കാരണം സീസർ രക്ഷപ്പെട്ടു പോയ അവരുടെ പ്ലാൻ മുഴുവൻ പൊളിയും. ഓരോ ആണെങ്കിൽ ഉസോപ്പിന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. നാമി ട്രഫാൽഗറിലോട് പറയും, ഒരു കാരണവശാലും നീ പേടിക്കണ്ട, ഞങ്ങളുടെ എല്ലാവരുടെയും പവർ കുറച്ചു മുൻപ് നീ കണ്ടതല്ലേ, ഇപ്പോഴും അത് തന്നെ നീ കാണുമെന്ന് പറയും. ഉസോപ്പ് ആണെങ്കിൽ അവന്റെ സ്റ്റിക്ക് അത് വലുതാക്കും. അതിനുശേഷം ആ സ്റ്റിക്കിനോട് നിന്റെ മുൻപിൽ കാണുന്ന എല്ലാം നീ വിഴുങ്ങാനായിട്ട് പറയും. സ്റ്റിക്കിന്റെ അറ്റത്തുള്ള ആ വലിയ സീഡ് അതാണെങ്കിൽ അടുത്തുള്ള വലിയ മല പോലും അങ്ങനെ ഒറ്റയടിക്ക് വിഴുങ്ങുകയാണ്. ലോങ് ഷോട്ടിൽ വില്ലനാണെങ്കിൽ ഇപ്പൊ ആ കാര്യം കണ്ട് ഷോക്കാവും. വില്ലനാണെങ്കിൽ വില്ലത്തിയോട് പറയും, അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്റെ സൈഡ് അത് നീ ശ്രദ്ധിക്കണം, എന്റെ ഈ ഭാഗം അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവര് വീണ്ടും വമ്പ സ്പീഡിൽ മുൻപോട്ടേക്ക് കുത്തിക്കും. നാമി ആണെങ്കിൽ വെദർ സ്ക്വാഡ് എന്ന് പറഞ്ഞ് ഒരു എഗ്ഗ് അവർക്ക് നേരെ വലിച്ചെറിയും. ആ ഒരു മുട്ടയാണെങ്കിൽ ആകാശത്തിൽ നിന്ന് പൊട്ടി അതിൽ നിന്ന് ബ്ലാക്ക് ക്ലൗഡ് പുറത്തേക്ക് വരികയാണ്. സുന്ദരിപ്പെണ്ണ് വില്ലത്തി അവൾ നിലവിളിക്കും, കമോൺ കമോൺ, എത്രയും വേഗം ഇവിടുന്ന് പോണം. അവർ എയർ വഴി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൽ പെട്ടുപോയ നമ്മുടെ 3 പേരുടെയും കഥ കഴിയും. അവന്റെ മാക്സിമം സ്പീഡ് എടുക്കും. പക്ഷെ അപ്പോഴേക്ക് നാമി അതിൽ നിന്ന് ഇപ്പൊ തണ്ടറും ലൈറ്റ്നിങ് ഒക്കെ പുറത്തേക്ക് റിലീസ് ചെയ്ത് അവർ 2 പേരെ കത്തിക്കരിയിക്കുകയാണ്. ആ ഒരു അറ്റാക്കിൽ പെട്ട് അവർ 2 പേരും ഇപ്പൊ താഴേക്ക് വീഴും. കറക്റ്റ് സമയം ഉസോപ്പ് ആണെങ്കിൽ ആ സീഡിനെ അവർക്ക് നേരെ അട്ടിച്ച് തെറിപ്പിക്കും. ഇവിടെ സീസർ ആണെങ്കിൽ ആ ടാങ്കർ വില്ലനോട് കെഞ്ചും, പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. അതിനവൻ പറയും, ഇപ്പൊ എന്നെ കൊണ്ടൊന്നും വയ്യ, പക്ഷെ എന്റെ മരണത്തിന്റെ അവസാന നിമിഷം വരെ ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പറഞ്ഞ് അവൻ സീസറിന്റെ അടുത്തേക്ക് പോകാൻ നോക്കും. പക്ഷെ അടുത്ത നിമിഷം ആ ഒരു സീഡിൽ നിന്ന് കല്ലും പാറയൊക്കെ തെറിച്ചു വന്ന് വില്ലനെ മുഴുവനായിട്ട് തകർക്കും. മാത്രമല്ല സീസറിന് നേർക്ക് ഉസോപ്പ് ആ ഹാൻഡ് കഫ് അത് അടിച്ചു വിടുകയാണ്. അത് അവന്റെ ബോഡി മുഴുവൻ ചുറ്റി വലിക്കും. അത് സീപ്രസൻ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇപ്പൊ അനങ്ങാൻ പോലും കഴിയില്ല. ഉസോപ്പിനാണെങ്കിൽ അവന്റെ കഴിവ് തന്നെ കണ്ട് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നും. ഇവിടെ നമ്മുടെ ലൂഫി അവൻ ട്രഫാൽഗറിലോട് പറയും, നീ കണ്ടില്ലേ ഞങ്ങളുടെ ആൾക്കാരുടെ പവർ, ഞങ്ങളുടെ ആൾക്കാർക്ക് ഭയങ്കര കഴിവാണ്. കട്ട് ചെയ്താ ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് പെൻഗ്വിന്റെ മേലെ ആരോ ഒരാൾ ട്രാവൽ ചെയ്ത് വരികയാണ്. അവൻ ആ പെൻഗ്വിനോട് ചോദിക്കും, നമ്മൾ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടോ? പങ് ഹസാർഡ് അത് അടുത്ത് തന്നെയാണോ? പെൻഗ്വിൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ പറന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.